ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഭൂതകാലത്തെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന ഒരു ചരിത്രപരമായ കർമ്മം കുഞ്ചാക്കോ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വടക്കൻ പാട്ടുകളെ ആധാരമാക്കിയുള്ള സിനിമകൾ. ആ സിനിമയിൽ ചരിത്രകാരൻ എന്ന നിലയിലല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഭാവനാസമ്പന്നനായ ഒരു കലാകാരൻ ചരിത്രത്തെ വീക്ഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വടക്കൻ പാട്ട് കഥകളെ അഭ്രപാളിയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആരോമലുണ്ണി എന്ന സിനിമയിൽ പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം എന്ന് തുടങ്ങുന്ന പാണൻ്റെ പാട്ട് അദ്ദേഹം ചരിത്ര വഴിയിലൂടെ നടന്നു പോകുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. പാണൻ്റെ പാട്ടെന്ന് നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നു. മലയാളികൾക്ക് പാണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖമാണ് മഹാനായ അഭിനേതാവ് SP പിള്ള സാറ്. ഉദയയുടെ മിക്ക ചിത്രങ്ങളുടെയും പാണവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് SP പിള്ള സാറാണ്. വിളക്കുപോലെ ചന്ദനക്കാതൽ കടഞ്ഞ പോലെ പുത്തൂരം ആരോമശേഖവരോ പൂന്തിങ്കൾ മാനത്തുദിച്ച പോലെ ഉദിച്ച പോലെ. ദാസേട്ടൻ്റെ ശബ്ദവും SP പിള്ള സാറിൻ്റെ അഭിനയം ഒരുമിച്ച് ഇണങ്ങിയ ഒരു മനോഹര ഗാനമാണ് നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുള്ള പുത്തൂരം വീട്ടിൽ എന്ന ഗാനം. പുത്തൂരം ആരോമശേഖവരോ പൂവമ്പനെ പോലെയായിരുന്നു, ഏഴഴകുള്ളവനായിരുന്നു, എല്ലാം തികഞ്ഞവനായിരുന്നു. പുത്തരിയങ്കപ്പറമ്പിൽ വെച്ച മുത്തുവിളക്കു പൊലിഞ്ഞുപോയി, സ്വർണ്ണച്ചിറകടിച്ച വെളിച്ചം സ്വർഗത്തിലേക്കു തിരിച്ചുപോയി. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ആരോമലുണ്ണി എന്ന ചിത്രത്തിൽ വളരെ സ്വപ്നതുല്യമായ രംഗമുണ്ട്. കണ്ണ ആരോമലുണ്ണി കണ്ണ എന്ന സ്വപ്നരംഗം. ഇതിൽ നമ്മളിങ്ങനെ ആശ്ചര്യത്തോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കളറിലാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നൊരു ലോട്ടറി പോലെയാണ് ഈ കളർ പടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രേംനസീർ ശ്രീകൃഷ്ണനായിട്ട് വരുന്നു. എന്നാൽ പാട്ടിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ഗ്രീക്ക് പോരാളിയുടെ വേഷത്തിലും റോമൻ വേഷത്തിലുമൊക്കെയാണ് വരുന്നത്. അത് ആ ഒരു ഫാൻറ്റസി, ഉദയായുടെ വടക്കൻ പാട്ട് ചിത്രങ്ങൾ പോലെ ഒരു ഫാൻറ്റസി ആയതുകൊണ്ട് അതൊന്നും ഒരു കുറ്റമായിട്ടൊന്നും നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. വളരെ കളർഫുള്ളായിട്ടുള്ള ഫ്രെയിമുകൾ. നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ പറയാറില്ല, ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ കണ്ട് അന്തം വിട്ട് വായ പൊളിച്ച് നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അന്നത്തെ ഉദയ ചിത്രങ്ങളെന്ന് പറയുന്നത്. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് കണ്ണ ആരോമലുണ്ണിക്കണ്ണ എന്ന ഈ ഗാനം. ഇതിൽ പ്രേംനസീർ പിന്നെ ശ്രീകൃഷ്ണനായിട്ടും വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. യമുനാ തീരകുടീരത്തിലൂടെ വൃശ്ചികമാസനിലാവൊളി പൂശിയ വൃന്ദാവനികയിലൂടെ ഈ ദ്വാരകാപുരി